ഹായ് ഓൾ. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരു തസ്തികയുണ്ട്. ഈ ഒരു പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ വരുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിൽ ഉദ്യോഗാർത്ഥികൾക്ക് വളരെ വലിയൊരു സംശയമുണ്ട്, ആർക്കൊക്കെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക എന്നുള്ളത്. അപ്പോൾ അതിന്റെ യോഗ്യതയ്ക്ക് ഒരു കൃത്യമായ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഈ ഒരു പോസ്റ്റ് വരുന്നത് കേരള ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അതായത് നമ്മുടെ പശുക്കളുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ പക്ഷിമൃഗാദികളെ സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ നേരിട്ട് കീഴിൽ വരുന്നതാണ്. അവർക്ക് വെൽഫെയർ ആക്ടിവിറ്റീസ്, അതിന്റെ ഡെവലപ്മെന്റ്, ഇവയൊക്കെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആത്യന്തികമായ ലക്ഷ്യങ്ങൾ. അപ്പം ഈ ഒരു ജോലി എന്താണ്? ആത്യന്തികമായിട്ട് ഒരു ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആണ്. പക്ഷേ എല്ലാ ഡിഗ്രി ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിന് അപേക്ഷിക്കാൻ പറ്റുകയില്ല. അതായത് ഇതിവിടെ നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം നേടിയ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ. പക്ഷേ അതിനകത്തൊരു വ്യവസ്ഥയുണ്ട്. അതായത് നിങ്ങൾ +2 പഠിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പ്രീ ഡിഗ്രിക്ക് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് സയൻസ് മേഖലയുള്ള ഒരു വിഷയമായിരിക്കണം. അതിൽ ഒന്നുകിൽ ആ ഒരു വിഷയത്തിൽ നിങ്ങൾ ബയോളജി ഒരു പേപ്പറായിട്ട് പഠിച്ചിരിക്കണം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്തമാറ്റിക്സ് ഒരു പേപ്പറായിട്ട് പഠിച്ചിരിക്കണം. അങ്ങനെ നിങ്ങൾ +2 പാസ്സായ ശേഷം നിങ്ങൾ എടുത്തിരിക്കുന്ന ഏത് ഡിഗ്രിയും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതായത് നിലവിൽ ബിടെക്കാർക്ക് മുഴുവൻ അപേക്ഷിക്കാൻ കഴിയും, യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ BSc എടുത്തിരിക്കുന്നവർക്ക് മുഴുവനും അപേക്ഷിക്കാൻ കഴിയും. ഇവിടെ സംശയമുള്ളത് BCom BA തുടങ്ങിയ ഡിഗ്രി ഉള്ളവരുടെ കാര്യമാണ്. ഇവര് +2 എടുത്തിരിക്കുന്നത് സയൻസ് ആണ്. പൊതുവേ നമുക്കറിയാം കമ്പ്യൂട്ടർ സയൻസും ബയോളജി സയൻസുമാണ് പൊതുവെ കാണപ്പെടുന്നത്. ഈ ഒരു സ്ട്രീമിലുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. ഇവിടെ പലപ്പോഴും VHSC സ്ട്രീമിലുള്ളവർക്കും മാത്സ് ഒരു പേപ്പറായിട്ട് എടുത്തത് കൊണ്ട് തന്നെ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും എന്നുള്ളത് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യതയാണ്. അതായത് നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട് മാത്സ് അല്ലെങ്കിൽ ബയോളജി ഇതൊരു പേപ്പറായിട്ട് എടുത്ത് പഠിച്ചവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്ട്രീമിലേക്ക് അപേക്ഷിക്കാം എന്നുള്ളതാണ്. അടിസ്ഥാനപരമായിട്ട് എന്ത് വേണം? ഡിഗ്രി വേണം എന്നൊരു യോഗ്യതയുണ്ട്. +2 മാത്സ് അല്ലെങ്കിൽ ബയോളജി ഒരു പേപ്പറായിട്ട് എടുത്ത് പഠിച്ചിരിക്കണം എന്നത് മാത്രമാണ് ഇവിടുത്തെ യോഗ്യത. ഇവിടുത്തെ സാലറി സ്കെയിൽ നമുക്കൊന്ന് നോക്കാം. 35,600 തുടങ്ങി 75,400 അവസാനിക്കുന്ന നല്ല ഒരു സാലറി സ്കെയിൽ തന്നെയാണ് ഈ ഒരു പോസ്റ്റിനുള്ളത്. ഇവിടുത്തെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ജോലിയാണ് ഇവിടെ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും നമുക്കറിയാം നമ്മുടെ ഇവിടെ നിലവിലുള്ള ആൾക്കാരുടെ ഡയറി റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം ആക്ടിവിറ്റീസ് ഉണ്ട്. അതിനെ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്ത് ഫാമേഴ്സിനെ അവർക്ക് ലാഭകരമായിട്ട് ഈ ഒരു ജോലി ചെയ്യത്തക്ക രീതിയിൽ സിസ്റ്റമാറ്റിക് ആക്കുക. മാത്രവുമല്ല സൊസൈറ്റിയിലേക്ക് മിൽക്ക്, പാലധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ പശുവിൽ നിന്ന് വരുന്ന മറ്റു ഉൽപ്പന്നങ്ങളുടെ ലഭ്യത കൃത്യവും വ്യക്തവുമായി ഉറപ്പുവരുത്തുക. ഇനി ഡയറി ഫാം ആക്ടിവിറ്റീസിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുവാൻ അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. ഇനിയും മോഡേൺ ഡയറി ടെക്നിക്സ് ജനങ്ങളിലേക്ക് എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. അതായത് നിങ്ങൾക്ക് ഓഫീസിലും വർക്ക് ഉണ്ടാവും, അതുപോലെ തന്നെ ഫീൽഡിലും പോയി ജോലി ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുള്ള ഒരു ജോലി കൂടിയാണിത്. ഇനിയും ഇതിന് അപേക്ഷിക്കാനുള്ള പ്രായപരിധി നിലവിൽ 19 വയസ്സ് മുതൽ 36 വയസ്സാണെങ്കിലും നമുക്കറിയാം PSC പ്രായം ഉയർത്തിയത് കൊണ്ട് തന്നെ 36 എന്നുള്ളത് 40 ഉയരും. അതുകൊണ്ട് തന്നെ SC ST OBC വിഭാഗങ്ങൾക്കെല്ലാം ഈ ഒരു പ്രായത്തിൽ ആനുപാതികമായിട്ടുള്ള മാറ്റവും ഉണ്ടാവും. അതായത് 5 വർഷം എന്നുള്ളത് 40 വയസ്സിനെ വെച്ച് വേണം നമ്മൾ കണക്കാക്കാൻ, 3 വർഷം എന്നുള്ളതും 40 വെച്ച് വേണം കണക്കാക്കാൻ. ഇനി ഇതിന്റെ നോട്ടിഫിക്കേഷൻ വിശദവിവരങ്ങൾ പറയുകയാണെങ്കിൽ അവസാനമായിട്ട് നോട്ടിഫിക്കേഷൻ വന്നത് 2022 ആ ഒരു എക്സാമിനേഷന്റെ DOE നിലവിൽ വന്നത് 5/12/2024 അന്ന് വന്നിരിക്കുന്ന കട്ട് ഓഫ് മാർക്ക് 63 മാർക്കും അന്നുണ്ടായിരുന്ന ഉയർന്ന മാർക്ക് 86 മാർക്കുമായിരുന്നു. അന്ന് ഈ ഒരു പോസ്റ്റിലേക്ക് അഡ്വൈസ് പോയത് 60 പേർക്കായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു എക്സാമിനേഷനിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 247 പേരുമായിരുന്നു. ഇതായിരുന്നു ഈ ഒരു എക്സാമിനേഷന്റെ ആകെ മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലൈൻ. ഇപ്പോഴും ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുകയാണ്. ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുന്നത് 5/12/2027 അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയും ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അടുത്ത റാങ്ക് ലിസ്റ്റ് തീരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് നടത്തും? എക്സാമിനേഷൻ നടത്തും എന്നതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ തയ്യാറെടുക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ടും കൃത്യമായും പഠിക്കുന്നതിനായിട്ട് ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്കായിട്ട് ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷനായിട്ട് തയ്യാറെടുത്ത് തുടങ്ങാം. അപ്പോൾ എക്സാമിനേഷനെ പറ്റി അറിയുന്നതിനും അതുപോലെ തന്നെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനുമായിട്ട് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.